നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ റിക്വസ്റ്റ് പറയാൻ ചൈനീസ് ഒതന്റിക് ഹോട്ട് പോട്ട്. എന്തായാലും രാത്രി ഇപ്പോൾ വിജിലിപ്പിച്ചൊരു ഹോട്ട് പോട്ടിലേക്കാണ് ഞങ്ങൾ കയറി ചെന്നത്. എന്തായാലും ചെന്നോടനെ തന്നെ ഒരു മനു പോലത്തെ മെനു കാർഡ് എടുത്ത് തന്നിട്ട് പറഞ്ഞു, മോനെ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത് വെക്കുന്നുള്ളത് ഇതെന്താണെന്ന് മനസ്സിലാവാതെ രണ്ടുപേരും കൂടി മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്തോട്ട് നോക്കിയപ്പോൾ ഈ ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന അണ്ടാവിലേക്കാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കി വരുന്നത് മാത്രം നമുക്കെല്ലാം മനസ്സിലായി. എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു നോക്കണം. എന്തായാലും പിന്നെ നോക്കിയപ്പോൾ 2 എന്നുള്ളത് 3 ആയി. എന്നിട്ട് 3 പേർക്കും മനസ്സിലാവാത്തതുകൊണ്ട് പിന്നെ ഫോണിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. ഈ വീഡിയോക്ക് ഒരു 10K ലൈക്ക് ഇട്ടിട്ട് നിങ്ങൾ പറയുന്ന ചൈനീസ് അടുത്ത സംഭവം ഞാൻ ട്രൈ നോക്കുന്നതാണ്. ഇതൊക്കെ നോക്കിക്കൊണ്ട് വിജിലിപ്പിച്ച് കണ്ണടച്ച് നിൽക്കുന്നത് ഞാനും. എന്തായാലും ഒരു കണ്ണാടിക്കുട്ടീനെ കണ്ട സന്തോഷത്തിൽ ഞാൻ അവിടെ ഇരുന്ന് കണ്ണാടിക്കുട്ടീനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചോര അവിടെ കഷ്ടപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ കുട്ടിയോട്. എന്തായാലും ഓർഡർ ചെയ്തല്ലോ ഹൈർ എന്നുണ്ട് സാധനങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് സമാധാനമായി തുടങ്ങിയത്. അവിടുത്തെ അണ്ണൻ വന്നിട്ട് ടേബിളിന്റെ മുകളിൽ കയറി ഒരു ഉരുളിന്റെ മുകളിൽ കമത്തി വെച്ചപ്പോൾ ഒരു സംഭവം കമത്തി വെച്ചു. അതിന് ശേഷം അതിന്റെ ഉള്ളിലേക്ക് എന്തൊക്കെയോ ഇഞ്ചി മുളകൊക്കെ പാടിട്ടിട്ട് ശേഷം അണ്ണൻ അവിടെ വന്നിട്ട് ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണി കളിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ആട്ടുതൊട്ടിൽ കൺമണി കഴിഞ്ഞതിന് ശേഷം നേരെ ചിക്കനൊക്കെ പാടെ അതിനകത്തേക്കിട്ട് നല്ല കടവട മിക്സ് ചെയ്ത് സംഭവമൊക്കെ പാടെ റെഡിയാക്കി നമ്മുടെ കയ്യിലോട്ട് തന്നെ വരെ മുളകിന്റെ ഒരു വെള്ളം കൊടുത്തിട്ട് നേരെ മൊത്തൊഴിക്കുന്നത് പേടിച്ചെങ്കിലും സംഭവമൊക്കെ പാടെ അതിന്റെ അകത്തേക്കാണ് ഒഴിച്ചു വിട്ടത്. എന്തോ ചെയ്യുമെന്ന് പറഞ്ഞ് നോക്കണേ. അത് കഴിഞ്ഞ് വീണ്ടാമതും കടവട അണ്ണന്റെ മിക്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരുക്കത്ത് മിക്സിംഗ് ആണ്. എന്താ ചെയ്യുന്ന അറിയാം. അറഞ്ഞം പറഞ്ഞ മിക്സിംഗ് ആയിരുന്നു അതിന്റെ ഉള്ളിൽ കിടന്നിട്ട്. തൊട്ട് പിന്നീട് തന്നെ ഒരു അമ്മച്ചി മൊത്തം ഞങ്ങൾക്ക് വേണ്ട അതിന്റെ അകത്തേക്ക് വേണ്ട ഈ ബ്രെഡും തേങ്ങയും വാങ്ങി എല്ലാ സാധനവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അരമണിക്കൂർ പരിശ്രമത്തിന് ശേഷം എന്തായാലും ആ അണ്ടാവിന്റെ മേലെ നിന്ന് ഉരുളി എടുത്ത് മാറ്റിയപ്പോൾ എന്റെ പോലെ സംഭവം നല്ല തിളച്ചോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വെച്ച് തീർന്നു. അടുത്ത് വീണ്ടും എടുത്ത് കയറ്റി വെച്ചോണ്ടിരിക്കണം. എന്തോ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെയും മൂഞ്ചിന്ന് മനസ്സിലായി. എന്തായാലും വിശന്ന എല്ലാവരും കിളി പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലും വെള്ളം ചോദിക്കാൻ സോനു കാണിച്ചൊരു മനസ്സ് അത് കാണാതെ പോകരുത്. എന്തായാലും അങ്കിളുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും കൂടി സെൽഫിയും എടുത്ത് നോക്കിയപ്പോൾ ചേട്ടൻ വന്നിട്ട് കുഹു 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 പുക ഉണ്ടാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചേട്ടനോട് ഞങ്ങൾ വെച്ച് സംഭവം റെഡി ചെയ്ത് വീണ്ടും തുറന്നിട്ട് അണ്ണം പറഞ്ഞത് ഞങ്ങൾ ഇപ്പം റെഡിയാക്കും. വീണ്ടും കുഹു കുഹു അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കുഹു കുഹു അടിച്ച സ്പോട്ടിൽ തന്നെ അമ്മച്ചി വന്നിട്ട് അവിടുത്തെ പൈക്കോലും പുല്ലൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഇടാനാണെന്ന് തോന്നുന്നത്. എന്തായാലും കണ്ടു വെക്കാം. പറഞ്ഞതുപോലെ തന്നെ സംഭവം എല്ലാം കൂടി വാരിപ്പറക്കി ഇടാനുള്ളത് മാത്രം മനസ്സിലായി. എന്തായാലും പടന്നു കൊടുത്ത പുല്ലാണെങ്കിൽ സംഭവം ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് വിചാരം. മക്കൾ ഇത് മാത്രം പോലെ നിങ്ങൾക്ക് തിന്നാൻ നാന് വേണ്ടതെന്ന് വെച്ചാൽ നാനിന് വേണ്ടിയിട്ട് അവിടെ സാധനം ഉണ്ടോറുള്ളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് മൂപ്പര് കയ്യിലെടുത്ത് നല്ല പരവര പരത്തിക്കൊണ്ടിരിക്കുന്നു. പരത്തി വെച്ച സാധനമൊക്കെ പാടെ അണ്ടാവിലേക്ക് വെക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ദൈവം ഇതൊന്നും ആവാൻ പോകുന്നില്ല. എന്തായാലും കുറേ നേരം പരത്തി പോകുന്നുണ്ട്. അങ്ങനെ സംഭവമൊക്കെ പാടെ റെഡി. എന്തായാലും സംഭവം ഹയർ ഇത്രയും നേരം ഇരുന്നതിന് മനസ്സിലായി കാര്യമുണ്ട് എന്നുള്ളത് മനസ്സിലായി. എന്തായാലും നല്ല കളകളാന്ന് മൂപ്പര് നന്നായിട്ട് മിക്സ് ചെയ്തു. സെർവർ ആയിട്ടുള്ള നിഹാദ് പിന്നെ എല്ലാവർക്കും ബീഫിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ബീഫ് ഇങ്ങനെ ഉരുളായിട്ടുണ്ടെങ്കിലും ഈ സംഭവങ്ങളൊക്കെ പാടെ അതിൻ്റെ അത് മുക്കിയെടുത്ത് തിന്നുക എന്നുള്ളതാണ് ഇതിന്റെ കാര്യമേ. ഞാൻ ഉണ്ടാക്കാൻ ഒരു ശാസ്ത്രീയ വശമുണ്ടെന്ന് പറഞ്ഞാൽ അങ്കിളാണെങ്കിൽ അതിന്റെ മുകളിൽ കിടന്ന് കളി കളിച്ചുകൊണ്ടിരിക്കേണ്ട അപ്പുറത്ത് അവനാണെങ്കിൽ അത് വിട്ടുകൊടുക്കണില്ല. എന്തോ ചെയ്യുമെന്ന് രണ്ടുപേരും കൂടി അതിന്റെ മുകളിൽ മത്സരം കളിച്ചുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് എല്ലാവരും അടുക്കി വെച്ചുകൊണ്ട് എല്ലാവരും കൂടെ പറഞ്ഞു എല്ലാവരും സമാധാനത്തോടെ ഇത് കഴിക്കുന്നു പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി സമാധാനത്തോടെ ഇത് കഴിക്കുന്നു കണ്ടതിന് ശേഷം നമ്മൾ അതിന്റെ കൂട്ടത്തിൽ കഴിക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ കഴിക്കാൻ സ്പീഡ് ആയതുകൊണ്ട് അതിന്റെ കോളിഫ്ലവറും പ്രൗട്ട്സും കൂട്ടത്തിൽ ഉരുളക്കിഴങ്ങും പിന്നെ അതിന്റെ കൂട്ടത്തിൽ ചിക്കനൊക്കെ പാടെ വായിക്കിട്ട് ഒക്കെ പാടന്ന് ഒരുമിച്ച് തിന്നാൻ തുടങ്ങി. എന്തോ ചെയ്യുമെന്ന് പറഞ്ഞ വിശപ്പൊന്നും ഇല്ല എന്നാലും ചെറിയൊരു വിശപ്പ് എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇരുന്നു. അപ്പോൾ ഓക്കെ ബൈ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്